പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ നിന്ന് കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ഒരു ലിസ്റ്റ് തയ്യാറാക്കി എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അല്ല, അത് ലിസ്റ്റ് തയ്യാറാക്കി എന്നുള്ള പുതിയ വാർത്തയല്ല. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ 950 പേരെ കൊല്ലാൻ ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു എന്ന് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA കോടതിയിൽ അറിയിച്ചിരിക്കുന്നതാണ്. കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയാണ്. 950 പേരെ 950 പേരുടെ ഒരു ലിസ്റ്റും NIA കയ്യിലുണ്ട്. അപ്പോൾ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിനെതിരെ നിലപാടെടുക്കുന്ന വിവിധ രാഷ്ട്രീയ സാമുദായിക രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ വർത്തമാനം പറയുന്ന ആളുകളുടെയൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവരെ കൊല്ലാനുള്ള പട്ടിക ഉണ്ടാക്കി, ആ പട്ടിക ഉണ്ടാക്കി അതനുസരിച്ച് ആളുകളെ കൊന്നു തുടങ്ങിയിരുന്നു എന്നാണ് NIA ഇന്നലെ കോടതിയിൽ ബോധിപ്പിച്ചത്. ഇന്ന് ഏതെങ്കിലും പത്രത്തിൽ ഇത് കണ്ടായിരുന്നു? ഇല്ല. ഏതെങ്കിലും ചാനലിൽ കണ്ടായിരുന്നു? ഇല്ല. ഇത് വാർത്തയല്ലേ? പ്രധാനപ്പെട്ട ഒരു വാർത്ത. കേരളത്തിൽ നിന്ന് 950 പേരുടെ ആയാൽ 1000 പേരായി. പഹൽഗാമിൽ 26 പേരെ 25 പേരെ 26ാമത്തെ കുതിരക്കാരനാണ്. 25 പേരെ മതം ചോദിച്ച് വസ്ത്രമഴിച്ചു മാറ്റി മുസ്ലിം അല്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം കൊന്നത് ലോകത്തിലെ വാർത്തയാണ് അല്ലേ? ഇവിടെ എങ്ങനെയാണ് 950 പേരെ കൊല്ലാൻ തീരുമാനിച്ചു? സ്വാഭാവികമായിട്ടും അവരും മുസ്ലിമുകൾ അല്ലായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം മതം വിട്ട ആരിഫിനെ പോലെയുള്ള എക്സ് മുസ്ലിമുകളായിരിക്കാം. അപ്പം മുസ്ലിം മതം വിട്ടവർ മുസ്ലിങ്ങളല്ലല്ലോ. അങ്ങനെ 950 പേരെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു എങ്കിൽ അത് പഹൽഗാമിനേക്കാളും എത്രയോ വലിയ ആക്രമണമാണ്, ഭീകരാക്രമണമാണ്. എന്നിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്തയാവുന്നില്ല. ഇതാണ് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ എടുക്കുന്ന ഇരട്ടത്താപ്പ്, അല്ലെങ്കിൽ സത്യം മറച്ചു വെച്ച് മതേതരത്വം എന്ന് ഘോഷിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പറയാം. ഇപ്പോൾ വെറുതെ രാവിലെ ഇരുന്ന് തള്ളരുത് എന്ന് പറയരുത്. കാരണം ഇത് കോടതിയിൽ കൊടുത്ത ഡോക്യുമെൻ്റാണ്. എങ്ങനെ കൊടുത്തു? NIA കോടതിയിൽ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, അൻസാർ KP, സഹീർ KV എന്ന് പറയുന്ന പാലക്കാട്ടുകാരുടെ ബെയിൽ ആപ്ലിക്കേഷൻ വന്നു, ജാമ്യ അപേക്ഷ. ഇവർ പോപ്പുലർ ഫ്രണ്ടിലെ ശ്രീനിവാസൻ കൊലക്കേസും പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റ് ഭീകര പ്രവർത്തനങ്ങളും RSS നേതാവായ ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസുള്ളൂ. ഇത് രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്ത് NIA അന്വേഷിക്കുകയാണ്. NIA ആണ് ഈ ശ്രീനിവാസൻ്റെ കൊലക്കേസും അന്വേഷിക്കുന്നത്. ഇത് രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്ത കേസിൽ പ്രതികളായിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ജയിലിൽ കിടക്കുക. ഇവർ പറഞ്ഞു, ഞങ്ങൾ 3 വർഷമായിട്ട് ജയിലിൽ കിടക്കുക, ഞങ്ങൾക്ക് പുറത്ത് പോകണം, ജാമ്യം കിട്ടണം, വിചാരണയൊക്കെ ഒരുപാട് താമസിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായിട്ട് NIA കോടതിയിൽ കൊടുത്ത ഡോക്യുമെൻറ്റിലെ വിവരങ്ങൾ പറയാം. അപ്പോൾ അതായത് ഇവർക്ക് NIA പറയുന്ന നേരത്തെ വന്നിട്ടുള്ള കാര്യമാണ് ആദ്യം പറഞ്ഞത്. ഇവർക്ക് 2 തരത്തിലുള്ള വിങ്ങുകൾ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഒന്ന് റിപ്പോർട്ടിംഗ് വിങ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ സംഘടനയ്ക്കെതിരെ അല്ലെങ്കിൽ തങ്ങൾ ഉയർത്തുന്ന ആശയങ്ങൾക്കെതിരെ, അതുമല്ലെങ്കിൽ മുസ്ലിമുകൾക്കെതിരെ വർത്തമാനം പറയുന്ന പ്രവർത്തിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്ന, അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വിങ്, അതാണ് റിപ്പോർട്ടിംഗ് വിങ്. രണ്ടാമത്തെ വിങ്, അതിൻ്റെ പേര് സർവീസിങ് വിങ് എന്നാണ്. കേൾക്കുമ്പോൾ സർവീസ് അല്ലേ, സേവനം ചെയ്യുന്ന വിങ്. വെള്ളപ്പൊക്കം വരുമ്പോൾ സേവനം എന്നൊക്കെ ചെയ്യുന്ന അതുപോലത്തെ സേവനമാണെന്ന് നമ്മൾ കരുതി. പക്ഷേ അതിന് ബ്രാക്കറ്റിൽ സർവീസിങ് വിങ്ങിൻ്റെ ഒരു രഹസ്യ പേരുണ്ട്, ഹിറ്റ് വിങ്. കൊല ചെയ്യുന്ന വിങ്, ഹിറ്റ് ചെയ്യുന്ന, അടിക്കുന്ന, തകർക്കുന്ന വിങ്. സർവീസിങ് വിങ്ങിൻ്റെ യഥാർത്ഥ പേര് ഹിറ്റ് വിങ്. ഇങ്ങനെ 2 വിങ്ങുകളുണ്ട് എന്ന് കോടതിയിൽ ഇവർ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഭീഷണിയാവുന്നവരുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ റിപ്പോർട്ടിംഗ് വിങ്, തീർക്കാൻ സർവീസിങ് വിങ് അല്ലെങ്കിൽ ഹിറ്റ് വിങ്. അപ്പോൾ ഇതിനകത്ത് 51ാം പ്രതിയായ ഒരു സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഒരാളെ പിടിച്ചു. NIA പറയുകയാണ്, ഞങ്ങൾ കേസിലെ 51ാം പ്രതി സിറാജുദ്ദീനെ പിടിച്ചപ്പോൾ അയാളുടെ പക്കൽ നിന്ന് 250 പേരുടെ ലിസ്റ്റ് കിട്ടി. കൊല്ലേണ്ട 250 പേരുടെ ലിസ്റ്റ് കിട്ടി. ആലോചിച്ച് നോക്കി, മനുഷ്യനെ കൊല്ലാൻ 1, 2, 3 നമ്പർ ഇട്ട് 250 പേരുടെ ലിസ്റ്റുമായി നിൽക്കുകയാണ്. പലർക്കും പല ഡിബേറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ ജോലിയും ആരൊക്കെ ചെയ്യണമെന്ന് നിശ്ചയിക്കണമല്ലോ. അപ്പോൾ അത് 250 പേരെ കൊല്ലാനുള്ള ഉത്തരവാദിത്തമുള്ള ഹിറ്റ് സ്ക്വാഡിലെ അംഗമായിരുന്നു സിറാജുദ്ദീൻ. അയാളുടെ പക്കൽ നിന്ന് 250 പേരുടെ കിട്ടി. പിന്നീട് എറണാകുളം ജില്ലയിലെ ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസ് എന്ന് പറയുന്ന ഇവിടെ ഒരു കേന്ദ്രമുണ്ട്. NIA പറയുന്ന ഈ പെരിയാർ വാലി ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ആയുധ പരിശീലനവും കൊലപാതക പരിശീലനവും നടത്തിയിരുന്ന സ്ഥലമാണ്. കൊല്ലാനൊക്കെ ട്രെയിനിങ് ഉണ്ട്, ആയുധ പരിശീലനമുണ്ട്, കായികാഭ്യാസം പഠിപ്പിക്കലുണ്ട്. ഇപ്പോൾ RSSകാരെ കുറിച്ച് പറയില്ല, അമ്പലത്തിൻ്റെ വാതുക്കൽ
കൊടി കുത്തിയിട്ട് കൊല്ലാൻ പരിശീലനം. അവരവിടെ കബഡി കളിക്കും അല്ലേ? അതെ. അവിടെ അവരവിടെ നിന്ന് ഗണഗീതം ചൊല്ലും, മറ്റു പ്രാർത്ഥനകൾ ചൊല്ലും, പുരാണ കഥകൾ പറയും, എന്നിട്ട് കബഡി കളിക്കും. അതുപോലെയാണോ പെരിയാർ വാലി ക്യാമ്പസിൽ ഇവർ പറയും? ഈ സത്യവാങ്മൂലം, പെരിയാർ വാലി ക്യാമ്പസ് ആലുവ ആയതുകൊണ്ടാണ്. മലബാറിൽ വേറെ ഉണ്ടായിരുന്നു, ഗ്രീൻ വാലി വേറെ ഉണ്ടായിരുന്നു, നമുക്കറിയാലോ. അതൊരു വേറെ ലോകമായിരുന്നു. പെരിയാർ വാലി ക്യാമ്പസിൽ കൊല്ലാനും ആക്രമിക്കാനുമുള്ള കായിക പരിശീലനം നടത്തിയിരുന്നത് RSSും പോപ്പുലർ ഫ്രണ്ടും ഒരുപോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ സിറാജുദ്ദീൻ്റെ കയ്യിൽ നിന്ന് 250 പേരുടെ കിട്ടി. പെരിയാർ വാലി ക്യാമ്പസിൽ റെയ്ഡ് ചെയ്തു. A15 15-ാം നമ്പർ പ്രതി അബ്ദുൾ വഹാബിൻ്റെ പേഴ്സിൽ നിന്ന് 5 പേരുടെ ലിസ്റ്റ് കിട്ടി കൊല്ലണ്ട. പേഴ്സിൽ നിന്ന്. അപ്പോൾ പുള്ളി പേഴ്സ് എപ്പോൾ കിട്ടിയാലും തട്ടണമല്ലോ. അതിന് 5 പേരുടെ 250 പേരെ ഒരു 5 ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. 5 പേരെ തീരുമാനിച്ചു. 5 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി ഇയാളുടെ പേഴ്സിലിരിക്കുമായിരുന്നു. പക്ഷേ ഈ അബ്ദുൾ വഹാബിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ NIA ഞെട്ടിക്കുന്ന ഒരു വിവരം പറഞ്ഞു. ഈ അബ്ദുൾ വഹാബിൻ്റെ പേഴ്സിലുണ്ടായിരുന്ന 5 പേരിൽ ഒരാൾ ഒരു ജില്ലാ ജഡ്ജിയായിരുന്നു. 5 പേരിൽ ഒരാൾ. അതായത് ഇവരുടെ കേസുകളിൽ ജാമ്യം കൊടുക്കാത്ത ഇവരുടെ ആളുകളെ ശിക്ഷിച്ച ഒരു ജില്ലാ ജഡ്ജിയെ വരെ കൊല്ലാനായിട്ട് ഈ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ എത്ര ഭീകരമാണെന്ന് നോക്കൂ. എല്ലാ മനുഷ്യൻ്റെയും കൊല്ലുന്ന ഭീകരമാണ്. പക്ഷേ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു ജില്ലാ ജഡ്ജി ഇവരങ്ങ് കൊന്നു കഴിഞ്ഞാൽ അതിലൂടെ കൊടുക്കുന്ന സന്ദേശം എന്നറിയോ? ഞങ്ങളുടെ കേസുകളിൽ ജാമ്യം തരാതിരുന്നാൽ ഇതായിരിക്കും, നിന്നെ കൊല്ലും. നീ ഇപ്പോൾ സർവീസ് ഇരിക്കുമ്പോൾ നിന്നെ കൊന്നാൽ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ സർവീസ് കഴിയുമ്പോൾ നീ ഒരു സാധാരണ മനുഷ്യനാണ് അല്ലയോ ജഡ്ജി എന്ന് പറയുകയാണ്. ഇയാളൊരു സാധാരണ മനുഷ്യനെ പോലെ ഇറങ്ങി നിൽക്കും, യൂണിഫോം അഴിച്ചിട്ട് വാടാ എന്നൊക്കെ സിനിമ പറയത്തില്ലേ എന്ന് പറയുന്ന ജഡ്ജിയുടെ കസേരയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുമ്പോൾ തന്നെ കൊല്ലും എന്നു സ്ഥാപിക്കാൻ വേണ്ടി ഒരു ജില്ലാ ജഡ്ജിയെ കൊല്ലാൻ വേണ്ടി, റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ലിസ്റ്റും ഇപ്പോഴും പിടികിട്ടാപ്പുള്ളിയായ അബ്ദുൾ വഹാബിൻ്റെ പേഴ്സിൽ നിന്ന് കിട്ടി. പിന്നീട് ഈ കേസിൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേസിൽ ഒരാൾ മാപ്പുസാക്ഷിയായി. അയാളുടെ പേര് ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല. മാപ്പുസാക്ഷിയായ ആരാണെന്നുള്ള ഡിസ്ക്ലോസ് ചെയ്യാത്ത കാരണം അപ്രൂവർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്രൂവറുടെ കയ്യിൽ നിന്ന് കിട്ടിയത് 232 പേരുടെ ലിസ്റ്റാണ്. ആ 232 ലിസ്റ്റുമായിട്ട് പിടിയിലായ ആളാണ് NIA പിടിച്ചപ്പോൾ തത്ത പറയുന്ന പോലെ എൻ്റെ പൊന്നു സാറേ ഞാനെല്ലാം പറഞ്ഞേക്കാം, എൻ്റെ 232 പേരുടെ ലിസ്റ്റുണ്ട്, ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇയാൾ ഈ മാപ്പുസാക്ഷി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയതും കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്താനും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. അപ്പോൾ നോക്കൂ, 250, 5, 232. ഇനി 69-ാം പ്രതിയായിട്ടുള്ള അയ്യൂബ് ടിയയുടെ വീട്ടിൽ NIA റെയ്ഡ് നടത്തിയപ്പോൾ ഒരു ലിസ്റ്റ്, രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു ലിസ്റ്റ് കിട്ടി. അതിൽ കൊല്ലേണ്ടുന്ന 500 പേരുടെ പേരെഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ മാത്രമല്ല ഇത് ഇവർ പറയുന്നത്, അതുകൂടാതെ കോടതിയിൽ NIA പറഞ്ഞു ഇത് ഇങ്ങനെ ആളുകളെ കൊല്ലുക എന്നൊക്കെ പറയുന്നവർക്കൊരു ലക്ഷ്യമുണ്ട്. ഇവരുടെ ലക്ഷ്യം 2047 ആകുമ്പോൾ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കണം. അതിനു വേണ്ടിയിട്ട് ആ തെളിവ് കിട്ടുന്നത് NIAയുടെ ഡൽഹി യൂണിറ്റ് ഫുൽവാരി ഷെരീഫ് പോലീസ് സ്റ്റേഷൻ, ബീഹാറിലുള്ള പോലീസ് സ്റ്റേഷനാണ്. ഫുൽവാരി ഷെരീഫ് പോലീസ് സ്റ്റേഷനിലെ പരിധിയിൽ ഒരു റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയ ഡോക്യുമെൻ്റാണ് 2022 ഡോക്യുമെൻ്റ് കിട്ടി, 6 പേജുള്ള ഡോക്യുമെൻ്റ്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് 2047 47-ാം ആണ്ടിൽ ഇന്ത്യ സമ്പൂർണ്ണമായി ഇസ്ലാമിക റിപ്പബ്ലിക്കായിട്ട് മാറണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ SDP-കാരന് ഇവിടെ ഇലക്ഷൻ മത്സരിക്കുന്നുള്ളൂ. ജനാധിപത്യം, മതേതരത്വം, മതസൗഹാർദ്ദം, സോഷ്യലിസം, സെക്യുലറിസം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ്റെ മാതൃസംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതെ, അവർ പറഞ്ഞിരിക്കുന്നത് 2047 ആകുമ്പോൾ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാവണം. അപ്പോൾ SDP-യുടെ ജനാധിപത്യവും സോഷ്യലിസവും ഡെമോക്രസിയും സെക്യുലറിസവും ഏതുവരെയുള്ളൂ? 2047 വരെയുള്ളൂ. ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഇപ്പം ഞാൻ ചില ക്രിസ്ത്യൻ സഹോദരന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യ ഇങ്ങനെ ഹിന്ദു ഭൂരിപക്ഷമായി തുടരണം, അല്ലെങ്കിൽ ഇന്ത്യ ഹിന്ദു ഭൂരിപക്ഷമായി തുടർന്നാലേ ഈ നാട്ടിൽ ജനാധിപത്യം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ലോകത്തെല്ലായിടത്തും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സിറിയ ആണെങ്കിലും ലെബനോൺ ആണെങ്കിലും ഏത് രാജ്യങ്ങളിലും ജനസംഖ്യയിൽ ഇസ്ലാം മതവിശ്വാസികൾ കൂടി വന്നാൽ സ്വാഭാവികമായും ആ രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെടും, മതേതര സ്വഭാവം നഷ്ടപ്പെടും, മതാധിപത്യം വരും. ലോകത്തെല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ
ഒരു ചിത്രം എങ്ങനെ പറയാൻ പറ്റും? ലോകത്തെ രീതിയാണ്. കാരണം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭൂമി മുഴുവൻ ഇസ്ലാമിൻ്റെ ആക്കണം. അപ്പം ജനസംഖ്യയിൽ ഒരു ഇത്ര ശതമാനം തീർന്നില്ല, ഭൂമി മുഴുവൻ ഇസ്ലാമിൻ്റെ ആക്കണം. എന്നിട്ട് ആ ഭൂമി അള്ളാഹ്ക്ക് വഖഫ് ചെയ്യണം. വഖഫ് എന്ന് പറഞ്ഞാൽ ഈ മുനമ്പങ്കാരുടെ മാത്രം പ്രശ്നമല്ല. വഖഫ് ചെയ്യുക എന്നുള്ളത് ഒരു ഇസ്ലാമിൻ്റെ ലക്ഷ്യമാണ്. ഇസ്ലാമിൻ്റെ ലക്ഷ്യമാണ്. കാരണം ഭൂമി മുഴുവൻ അള്ളാഹയുടെ ആക്കി മാറ്റുക എന്നൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഭരണം ഉണ്ടാക്കുക, ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തും ഇസ്ലാം ഭരണം, ഇസ്ലാമിൻ്റെ ആധിപത്യം ഭരണം എന്ന് വിശ്വസിക്കുന്ന ഒരു മതമാണ്. ഇതുപോലെ വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ. ലോകം മുഴുവൻ കമ്മ്യൂണിസത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണം. രണ്ടുപേർക്കും വേണ്ടത് കമ്മ്യൂണിസത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നാൽ വേറെ പാർട്ടികളില്ല, അല്ലേ? ഏക പാർട്ടി എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവന്നാൽ ഏകമതം, ബാക്കിയുള്ളവരൊക്കെ അടിമകൾ, കൊല്ലപ്പെടേണ്ടവർ. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ അങ്ങനെയല്ലേ? നിങ്ങൾ റൊമേനിയ നോക്കൂ, റഷ്യ നോക്കൂ, ചൈന നോക്കൂ. എവിടെ ജനം സമരം ചെയ്താൽ ടിയാനൻമെൻ സ്ക്വയറിൻ്റെ വാർഷികം കടന്നു പോയതേ ഉള്ളൂ. ജനം പാറ്റൻ ടാങ്കുകളുടെ മുന്നിൽ സമാധാനത്തോടെ പ്രതിഷേധിക്കാൻ നിന്നപ്പോൾ എന്താ ചെയ്താൽ പാറ്റൻ ടാങ്കുകൾ അവരുടെ മുകളിൽ കൂടെ കയറിപ്പോയി. അതാണ് കമ്മ്യൂണിസം. ഒറ്റ പാർട്ടി. സിറിയയിൽ ഇന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഡമാസ്കസ് സമീപത്തുള്ള സിറിയൻ കാത്തലിക്സിൻ്റെ പള്ളിയിൽ ചാവേറ് വെടിവെച്ച് ബോംബായി കൊന്നത്. നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകത്തെമ്പാടും ഇസ്ലാമിക ഭീകരർ അധികാരം പിടിച്ചെടുത്ത് ആ തദ്ദേശവാസികളെ കൊന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ്? ഒറ്റ മതം. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം? രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണ്. ഇപ്പൊ ഈ പറയുന്ന ജനസംഖ്യ ഓരോ രാജ്യത്തും അവരുദ്ദേശിക്കുന്ന ലെവലിന് അപ്പുറത്തേക്ക് എത്തിയാൽ അവർക്ക് ആ രാജ്യത്തെ ഭരണം പിടിച്ചെടുക്കാം, അങ്ങനെയാണോ ചിന്തിക്കുക? അങ്ങനെയല്ലേ? പിടിച്ചെടുക്കും. അതായത് ഇന്നലെ നമ്മുടെ ഒരു ടോക്കിൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ ഞാനിവിടെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അതായത് ബദർ യുദ്ധം ആണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിട്ട് കണ്ടത്. നബി നടത്തിയ ഒരു യുദ്ധമാണത്രേ, അദ്ദേഹം നേതൃത്വം കൊടുത്ത യുദ്ധമാണെന്ന് തോന്നുന്നു. ആ യുദ്ധത്തിൽ ഖുറൈശികൾ മറ്റാണ് എതിർവശത്ത്. അവർ 1000-ലേറെ പേരുണ്ടായിരുന്നു. നബിയുടെ അനുചരന്മാർ 300 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 1000 പേരെ 300 പേർ തോൽപ്പിച്ചു. അതായത് 30% തോൽപ്പിച്ചു. 30% ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ രാജ്യത്തെ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് ഇവർ നിരന്തരം പറയുന്നുണ്ട്. അത് ബദർ യുദ്ധത്തിൻ്റെ ഓർമ്മയിലാണ് എന്നാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ പറഞ്ഞത്. കാരണം 30% ആയിക്കഴിഞ്ഞാൽ ബാക്കി 70%-ൻ്റെ പണി ആരെടുക്കും അറിയോ? അള്ളാഹ് എടുക്കും. 30% പണി നമ്മളെടുത്താൽ മതി. 30% ബാക്കി അള്ളാഹ് എടുക്കും. അതുകൊണ്ട് നമ്മൾ ജയിക്കും. അതുകൊണ്ടാണ് 30% ആയിക്കഴിഞ്ഞാൽ സ്വന്തം രാജ്യം, ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തണം. ഇതാണ് 2047 ലക്ഷ്യം. നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറയും ഇതൊക്കെ ചുമ്മാതെ, അങ്ങനെയല്ല. ലോകത്തേക്കൊന്ന് നോക്കൂ, ലോകത്തിൻ്റെ ഭൂപടം എടുത്ത് നോക്കൂ, അറ്റ്ലസ് കിട്ടുമല്ലോ, നോക്കൂ, അറ്റ്ലസ് എടുത്ത് നോക്കൂ, അല്ലെങ്കിൽ ഒരു ഗ്ലോബ് മേടിച്ച് വെച്ച് നോക്കൂ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു മാപ്പ് എടുത്ത് വെക്കൂ. എന്നിട്ട് നോക്കൂ ഏതെല്ലാം രാജ്യങ്ങൾ ഇസ്ലാം ഉണ്ടായിരുന്നു. ഇസ്ലാം ഉണ്ടായത് സൗദി അറേബ്യയിലാണ്, അല്ലേ? സൗദി അറേബ്യയുടെ രാജ്യമായിരുന്നു. ഇന്നാളൊരു വലിയ നേതാവ് ഇവിടെ പ്രസംഗിക്കുന്നത് കേട്ടു. സതീശൻ എന്ന് പറയും, VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, പ്രവാചകനായ മുഹമ്മദ് നബി, അദ്ദേഹത്തിൻ്റെ അവിടെ സൗദിയിലെ സാമ്രാജ്യം ഉണ്ടാവുന്ന കാലത്ത് ആ രാജ്യത്ത് ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ജൂതന്മാരുണ്ടായിരുന്നു. അവരെയൊക്കെ ചേർത്ത് പിടിച്ചാണ് പ്രവാചകൻ രാജ്യഭരണം നടത്തിയിരുന്നത്. ശരിയാണ്. പക്ഷെ എവിടെ പോയി ഇപ്പോൾ ആ ക്രിസ്ത്യാനി ജൂതന്മാർ? ആ ചോദ്യം സതീശനോട് ആരും ചോദിച്ചില്ല. സതീശന് ഉത്തരം പറയാനും പറ്റത്തില്ല. ഇതാണ് ചോദ്യം. ശരിയാണ്, നിങ്ങളുണ്ടായ സമയത്ത് ആ പ്രദേശങ്ങളിൽ തദ്ദേശീയരായിട്ടുള്ള ഇതര മതസ്ഥർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരവിടെ പോയി. ഇതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ ഇത് കേരളത്തിലല്ല, ഇന്ത്യയിൽ ഇതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി എതിർ ശബ്ദം പറയുന്നവരെ ഒരുപക്ഷെ നമ്മളൊക്കെ പട്ടിക കാണുമായിരിക്കും. കാരണം എതിർ ശബ്ദം പറയുന്നവരെ, സത്യം പറയുന്നവരെ, ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാക്കുന്നതിനെ എതിർക്കുന്നവരെ, ഈ രാജ്യം ജനാധിപത്യപരമായി നിൽക്കണം, ജനാധിപത്യ രാജ്യമായി തുടരണം, മതേതര സങ്കല്പം വേണമെങ്കിൽ അതും തുടരണം എന്ന് പറയുന്ന ആളുകളെ ഉന്മൂലനം ചെയ്താൽ മാത്രമേ 2047 ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ പറ്റൂ എന്നാണ് പോപ്പുലർ ഫ്രണ്ട് വിശ്വസിക്കുന്നത് എന്നാണ് കോടതി പറഞ്ഞു. കോടതി ഇപ്പോൾ പറഞ്ഞു, ഈ പ്രതികൾ 3 വർഷമായിട്ട് ജയിലിൽ കിടക്കുകയല്ലേ, ഈ ആരോപണമൊക്കെ കണ്ടിട്ട് തെളിവൊക്കെ നോക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയ നിങ്ങൾക്ക് ഇതിലെ തെളിവുണ്ട്. പിന്നെ മാത്രമല്ല, കേസിൻ്റെ അന്വേഷണം പൂർത്തിയായി, ചാർജ് കൊടുത്തിട്ടുമുണ്ട്, അതുകൊണ്ട് വിചാരണ വേഗം നടക്കും, അതുകൊണ്ട് മക്കൾ ജയിലിൽ തന്നെ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് കോടതി തള്ളി. പക്ഷേ ഞാൻ പറയുന്നതല്ല, ഒരു ജില്ലാ ജഡ്ജിയെ ഉൾപ്പെടെ 950 പേരെ കൊല്ലാൻ ഇവർ പട്ടിക ഉണ്ടാക്കി എന്ന് രാജ്യത്തെ പ്രീമിയർ അന്വേഷണ ഏജൻസി കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിട്ട്, സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട്
എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കാത്തത്? പേടിയാ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.